എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എല്ലാവരും നല്ലോണം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പ്രാക്ടിക്കൽസിന്റെ സമയമാണ്. ഇന്ന് നിങ്ങളിവിടെ വിളവെടുക്കാനാണ് പോകുന്നത്. മാഡം കാണുങ്കോ, ഒറ്റ ദിവസത്തിൽ എങ്ങനെയാ വിളവെടുക്കുന്നത്? കുട്ടികളെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ വിളവെടുക്കാൻ ശരിക്കുള്ള ഒരു രീതി ഫോളോ ചെയ്യണം, മാത്രമേ ഉള്ളൂ. ഈ വിത്തുകളെല്ലാം മാജിക്കലാണ്, മാജിക്കൽ. ഈ വിത്ത് നാളെ രാവിലെ ആവുമ്പോഴേക്കും വിളവെടുക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയായിരിക്കും. നമ്മള് നാളെ രാവിലെ ഇങ്ങോട്ട് വരും, എന്നിട്ട് വിളവെടുക്കും. ജോളി എവിടെയുണ്ടോ അവിടെ ആർക്കും പേടിയും വേണ്ട. പിന്നെ ഇവിടെയുള്ള ബേർഡ്സിനെ ശ്രദ്ധിക്കണം. ആ പക്ഷികൾ ഇവിടെ വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക് കിഡ്സ്. വരി കൂട്ടുകാരെ, ആദ്യം ഈ കൃഷിഭൂമി നമുക്കൊന്ന് ഉഴുതെടുക്കാം. ഇതെന്ത് പറ്റി? വീണ്ടും മാജിക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ അങ്ങോട്ട് നോക്ക്, എത്ര വലിയ കാളയെ ഇങ്ങോട്ട് ഓടി വരുന്നത്. ഓടിക്കോ ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. വേഗം എല്ലാരും മാറി നിൽക്ക്. അവര് തടിക്കഷ്ണം തകർത്ത് കളഞ്ഞല്ലോ. നിന്നോട് പുള്ളിന്റെ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞത് എന്റെ കാര്യമല്ലല്ലോ. സോറി ബുൾ ചേട്ടാ. മൈര, ഒരുപക്ഷെ ഞാനിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നല്ല രസമുണ്ട്. ഇന്ന് രുദ്ര ഫിനിഷ്. ഇപ്പൊ നിന്റെ മൂഡ് ശരിയായിന്നാ തോന്നുന്നത്. ഇനി നിനക്ക് ഇവിടുന്ന് പോവാം. Come on, let's do farming. ഈ ചിക്കൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. എന്റെ പ്രിയപ്പെട്ട ബുള്ളിനെ പോലും ഇവൻ കൺട്രോൾ ചെയ്തിരിക്കുക. കുഴപ്പമൊന്നുമില്ല, അവര് വിളവെടുക്കാൻ തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ എന്റെ കളി തുടങ്ങാം.
ഇതില് വെള്ളം ഒഴിക്കാം. നാളെ വിളവെടുപ്പിന് തയ്യാറായിരിക്കും. മമ്മി റെഡി. രുദ്രന്റെ കൃഷിഭൂമിയിലേക്ക് ഒരിക്കലും വെള്ളം പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യൂ. ഒരിക്കലും വിഷമിക്കണ്ട, വെള്ളം ഒരിക്കലും പോകില്ല. ഇതെന്താ പറ്റിയത്? ഈ വെള്ളം എന്താ നമ്മുടെ കൃഷിഭൂമിക്ക് വരാത്തത്? ഇനി നീ എന്ത് ചെയ്യും രുദ്ര? വെള്ളത്തിന് പോലും നിന്റെ കൃഷിഭൂമിയിലേക്ക് വരാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. വെള്ളമില്ലാതെ നീ എങ്ങനെയാ വിളവെടുക്കാൻ പോകുന്നത്? അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. അയ്യോ, എന്താ ഇത്? നമ്മളെ അവരങ്ങനെ തോൽപ്പിച്ചു കളഞ്ഞു. രുദ്ര, നമ്മുടെ കൃഷിഭൂമിക്ക് വെള്ളം കിട്ടിക്കഴിഞ്ഞു. നിന്റെ ക്ലൗഡ്സ് ഞാൻ പറഞ്ഞ കേൾക്കുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും കേൾക്കും. പറഞ്ഞോ, നീ എന്താ പറയാൻ പോന്നെ? കേൾക്കൂ ക്ലൗഡ്സ്. ഞങ്ങളുടെ കൃഷിഭൂമിക്ക് വെള്ളം ഒഴിച്ചതിനു ശേഷം കുറച്ച് വെള്ളം ജനുജോഡിയുടെ തലയിലും ഒഴിക്കണം, കേട്ടോ? അവർക്ക് വെള്ളത്തിന് ഒരുപാട് ആവശ്യമുണ്ട്, അതുകൊണ്ട്. സമയത്ത് ഞങ്ങൾ എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? കണ്ടില്ലേ, ഈ സമയത്ത് ആരും ഇവിടെ വന്നിട്ടില്ല. കണ്ടില്ല മൈറ, നമ്മളെ കൃഷി റെഡിയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? പക്ഷികൾ ഇവിടേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഇതൊക്കെ സംരക്ഷിക്കണം. എന്റെ അടുത്ത് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്. Ibaiska colorful race creator. ഈ രുദ്ര അതിരാവിലെ തന്നെ എന്താ ചെയ്യുന്നേ? ഈ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ഷീൽഡ് ക്രിയേറ്റ് ചെയ്യായിരിക്കും. രുദ്ര, നിന്റെ ഈ കൃഷി എങ്ങനെ ഇത്ര കളർഫുൾ ആയി മാറി? നിനക്ക് മേഡം സ്പെഷ്യലായി എന്തെങ്കിലും വിത്തുകൾ തന്നിരുന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു അല്പം മാജിക് യൂസ് ചെയ്തു. ഗുഡ് മോർണിംഗ് കിഡ്സ്. ഇത് കൊള്ളാലോ. നിന്റെ കൃഷി വളരെ നന്നായി വന്നിരിക്കുന്നു. നന്നായി ചെയ്തിരിക്കുന്നു. വാവ്, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. രുദ്ര, നീ എങ്ങനെയാ ചെയ്തത്? ഇത് കൃഷിയെ പക്ഷികളുടെ അടുത്തുനിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. അതുമൂലം നിന്റെ കൃഷി എങ്ങനെയാ പ്രൊട്ടക്ട് ആകുന്നത്? ഈ ബേഡ്സിനൊക്കെ പെട്ടെന്ന് എന്താ പറ്റിയത്? കണ്ടില്ലേ മാം, അതിന് വേണ്ടിയാ ഞാൻ ചെയ്തത്. വാട്ട് ആൻ ഐഡിയ. ഞാൻ ഡിസൈൻ ചെയ്ത അനിമൽസിനെ കണ്ടിട്ടാണ് ആ പക്ഷികളൊക്കെ പേടിച്ചോടിയത്. Very smart.
വെരി സ്മാർട്ട് ബോയ്. പക്ഷേ മജീഷ്യൻ ബേർഡ് മാനേക്കാളും സ്മാർട്ട് ആകാൻ ആർക്കും പറ്റില്ല. ബേർഡിയുടെ മാജിക് ഇതാ തുടങ്ങുകയാണ്. എല്ലാ ആനിമൽസിനെയും ജീവനോടെ കൊണ്ടുപോവാ. രുദ്ര, എന്താ ഇതൊക്കെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കുകയേ എനിക്ക് നിവർത്തിയുള്ളൂ. അയ്യോ, ഞാൻ ശരിക്കും കുഞ്ഞു പോയാലും. ഇതൊക്കെ എന്താ രുദ്ര? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? മാഡം, ഇവിടെ ആരോ ഉണ്ട്. അവരിതൊക്കെ മനഃപൂർവ്വം ചെയ്യാണ്. ഇതൊന്നും സ്വയം സംഭവിച്ചതല്ല. ആരോ ഇവിടെയുണ്ട്. അവന് ഇതൊന്നും ഇഷ്ടമല്ല. നമ്മൾ കൃഷി ചെയ്യുന്നത് ഇഷ്ടമല്ല. നിനക്കത് എങ്ങനെ പറയാൻ സാധിക്കും? മാഡം, ഇന്നലെ ഒരു കാല ഓടി വന്നു. പിന്നെ ഇന്ന് ബേർഡ്സ് വന്നു. പിന്നെ എന്റെ കളേർഡ് അനിമൽസ് ജീവനോടെ വന്നിരിക്കുന്നു. ഇതൊന്നും തന്നെ സംഭവിച്ചതല്ല. ഇവിടെ ആരോ ഉണ്ട്. അവൻ നമ്മളെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കാണ്. നീ പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട് രുദ്ര. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ അതൊന്ന് അന്വേഷിക്കേ. ഓക്കെ മാഡം. ഞങ്ങൾ കുറച്ചു നേരത്തിൽ തിരിച്ചെത്താം കുട്ടികളെ. സ്റ്റേ സേഫ്. വരൂ വരൂ, നമുക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഒരുപാട് പക്ഷികൾ പറക്കണമെങ്കിൽ അതിന്റെ ഫെദേഴ്സ് ഇവിടെ വീണ് കാണും. ഫെദർ ട്രാക്കർ അപ്പിയറോ. കണ്ടോ, ദേ അവിടെ ഒരുപാട് ഫെദേഴ്സ് വീണ് കിടപ്പുണ്ട്. അത് ഫോളോ ചെയ്ത് പോയാ മതി. എല്ലാ ബേർഡ്സും കിട്ടിക്കഴിഞ്ഞു. അടിപൊളി സ്ഥലവാ. നിനക്കെന്ത് തോന്നുന്നു? വരൂ രുദ്ര, വരൂ. നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഏതായാലും നീ ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ നീ ഇവിടുന്ന് എങ്ങനെയാണ് തിരിച്ചു പോവുക? നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ബേർഡ് ഫാമിംഗ് ചെയ്യുകയാണ്. ഇപ്പൊ നീ ഇവിടെ കാണുന്ന എല്ലാ ബേർഡ്സും എന്റെ സ്വന്തമാണ്. ഇവർക്ക് ആഹാരം കഴിക്കാൻ ഓപ്പൺ സ്പേസ് ആവശ്യമാണ്. ഇവിടെയുള്ള കൃഷിക്കാർ ആരും ഇവർക്ക് ഭക്ഷണം കൊടുക്കാറേ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇവിടെ ആരും കൃഷി ചെയ്യാനേ പാടില്ലെന്ന്. എങ്കിലേ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് എന്റെ ബേർഡ്സിന് വേണ്ടി. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരെയും എൻകറേജ് ചെയ്യാറില്ല. എല്ലാവരും വന്ന വേഗത്തിൽ തന്നെ തിരിച്ചു പോവാറാണ് പതിവ്. എല്ലാരും വേറെ ജോലി തേടുന്നതായിരിക്കും അവർക്ക് നല്ലത്.
ഇതൊക്കെ വളരെ തെറ്റാണ്. നിങ്ങളാണ് ബേർഡ്സിനെ വളർത്തുന്നത്, അതുകൊണ്ട് അവരെ നോക്കുന്നത് നിങ്ങളുടെ ചുമതലയാ. നിങ്ങളുടെ ബേർഡ്സിന് ആവശ്യമുള്ള ആഹാരത്തിന്റെ ഏർപ്പാട് നിങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതെയോ? നീ ഒരു കൊച്ചു ചെക്കനല്ലേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമാ? രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നീ ആഗ്രഹിച്ചതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ കൃഷിഭൂമി എന്റെ ബേർഡ്സിന് സ്വന്തമായ സ്ഥലമാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാകില്ല. നീ എന്റെ എല്ലാ ബേർഡ്സിനെയും നനച്ചിരിക്കുകയാണ്. അവർക്ക് വെള്ളത്തിൽ നനയുന്നത് ഇഷ്ടമല്ല. ഇനി എന്റെ മാജിക് പവേഴ്സ് അവരുടെ മേലെ ഏൽക്കില്ല. I will finish you. നീ അങ്ങനെയൊന്നും ചെയ്യില്ല ബേർഡ്മാൻ. നീ ഈ ഐലൻഡിലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഇയാളെ അറിയാമോ? അതെ, ഇവൻ ആദ്യം നമ്മുടെ സ്കൂളിൽ തന്നെയായിരുന്നു. എന്നാൽ ഇവൻ തുടർച്ചയായി പല തെറ്റുകൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. ഈഗിൾമാൻ, ഇവനെ ഇവിടുന്ന് കൊണ്ടുപോ. ഐലൻഡിൽ നിന്ന് പുറത്ത് കുറെ ദൂരേക്ക് കൊണ്ടുപോ. വീണ്ടും ഇവനെ ഇവിടെ കണ്ടുപോയാൽ ഇവനെ എന്നേക്കുമായി ജയിലിൽ പൂട്ടിയിട്ടേക്കുക. രുദ്ര, താങ്ക് യു വെരി മച്ച്. ഇന്നു മുതൽ ഈ ഐലൻഡിലും കൃഷി ചെയ്യാൻ സാധിക്കും. നിനക്കറിയാമോ, ഈ ബേർഡ്സിന്റെ ശല്യം കാരണം ആരും ഇവിടെ കൃഷി ചെയ്യാറില്ല. താങ്ക് യു വെരി മച്ച് രുദ്ര.